ഉപയോഗിക്കുന്നത് മോനെ നമ്മുടെ ചിന്താ മേഖലകളെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും, തെറ്റിദ്ധരിപ്പിക്കും. അണ്ടർസ്റ്റാൻഡിങ്, നല്ല ധാരണകൾ ദൈവത്തിൽ നിന്ന് വരുന്നു, തെറ്റിദ്ധാരണകൾ പിശാചിൽ നിന്ന് വരുന്നു. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഫൈറ്റിംഗ്, യുദ്ധം നടക്കുന്നത് ചിന്താ മേഖലകളിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും വിചാരങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, സങ്കല്പങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. എന്താണ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടം? അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചിന്തകൾ, സങ്കല്പങ്ങൾ, വിചാരങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. അവിടെ ഇമാജിനേഷൻ എന്നൊരു വേർഡ് കണ്ടോ? കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, വേണ്ടാത്ത ഇമാജിനേഷൻസ്. ചിന്തിച്ച് കാട് കയറി പോകുന്നവരുണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ നിശബ്ദത കാണുമ്പോഴേ അറിയാം ഉണ്ടെന്ന്. ഹല്ലേലൂയ. മെജോറിറ്റി അങ്ങനല്ലേ? വെറുതെ ഭാരപ്പെടുകയാണ്, വെറുതെ ചിന്തിക്കുകയാണ്, ചിന്തിച്ചു കൂട്ടുകയാണ്, പിശാചിന് കോട്ട കെട്ടിക്കൊടുക്കുകയാണ്. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്, ഓരോ നൂലുകളാണ്. ഹല്ലേലൂയ. ഓരോ ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെയാക്കും. എന്നിട്ട് പിശാച് നിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി അങ്ങ് ചുരുട്ടും. പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ ലോക്ക് ചെയ്യും. അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത്. ആ ആയുധം വചനമെന്ന ആയുധമാണ്. ആ കോട്ടകളെ ഇടിക്കണം, പുറത്തു വരണം നിങ്ങൾ. എന്റെ ഭാവി എന്താകും? എന്റെ കുടുംബജീവിതം എന്താകും? എന്റെ പിള്ളാരെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീടിന്റെ സ്ഥിതി എന്താകും? എന്റെ നാളുകൾ എന്താകും? എന്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കും? ഇങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ചിന്തകൾ കൊണ്ടുവന്ന് നെയ്ത് കോട്ടയുണ്ടാക്കി ആ കോട്ടയിൽ നിന്നെ ഇരുത്തുമ്പോൾ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ കോട്ടയെ ഇടിക്കണം. അതിനകത്ത് ഇരിക്കരുത്. വെറുതെ ചിന്തിക്കുക. ചുമ്മാ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഭാരം വേണം, അവരുടെ ഒരു സന്തോഷം. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഭാരം അവർക്ക് വേണം. അക്കരെ ഒരു നായ നിൽക്കുകയാണ്. നായ എവിടാ നിൽക്കുന്നേ? നദിക്കക്കരെ. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നദിക്കിക്കരെ. വലിയ നദിയാണ്, ഭാരതപ്പുഴ പോലെ വലിയ നദിയാണ്. ആ നദിക്കക്കരെയാണ് ഒരു നായ നിന്ന് കുരയ്ക്കുന്നത്. തൊടലിൽ നിന്ന് കറങ്ങി നിന്ന് കുരയ്ക്കുകയാണ്. ഞാൻ നദിക്കിക്കരയിലൂടെ നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ നായ തൊടല് പൊട്ടിച്ചാൽ, പെട്ടെന്നെങ്ങാണ് ഈ നദി അങ്ങ് വറ്റിയാൽ എനിക്ക് കടി ഉറപ്പാണ്. പക്ഷെ യാഥാർത്ഥ്യം, ഈ നദി വറ്റുകയില്ല, ആ നായ തൊടല് പൊട്ടിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ നിന്നെ ഇതുവഴി സ്വസ്ഥതയോടെ നദിയൊക്കെ കണ്ടുപോകാൻ പിശാച് സമ്മതിക്കുന്നില്ല. വെറുതെ ഭാരപ്പെടുന്നവരുണ്ട്. കടമല്ല പ്രശ്നം. എന്താ പ്രാർത്ഥിക്കാൻ വരും പറയുന്നത്? ബ്രദറെ, എനിക്കൊരു കടഭാരമുണ്ട്. എന്തുകൊണ്ട്? കടഭാരം. കടമല്ല പ്രശ്നം. ആ കടം ഉണ്ടായപ്പോ വന്ന ഭാരമാണ് പ്രശ്നം. ആ ഭാരം വേണ്ട.
നിന്റെ സകല ഭാരവും എന്റെ മേലിട്ട് കൊള്ളുക. ഓ, ആര് പറയും ഇത്? എന്റെ ദൈവം പറയാ, നിന്റെ സകല ഭാരവും എന്റെ മേലിട്ട് കൊള്ളുക, ഞാൻ അതിനെ ചുമക്കാം. നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിടുക. അങ്ങനെ ഒരു കർത്താവ് നമുക്കുള്ളത് എത്ര വലിയൊരു കാര്യമാണ്. എന്നിട്ട് വെറുതെ നിങ്ങൾ ഈ ലഗേജുമായിട്ട് നടക്കുകയാണല്ലോ. ഒന്ന് കരമടിച്ച് വെറുതെ ലഗേജുകളുമായിട്ട് നടക്കുകയാണല്ലോ. ഒന്ന് ഇറക്കിയതല്ല. ആ ചിന്തകൾ അകത്തോട്ട് വരുമ്പോഴേ പറയണം വിട്ടുവാൻ. റിജക്ട് ചെയ്ത് കളയണം അതിനെ. ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്. ഇത് സത്യമല്ല. ഞാനിപ്പോ ചിന്തിക്കുന്ന ഈ കാര്യം സത്യമല്ല. അതല്ല സത്യം, അതല്ല ശരി. പിശാചേ വിട്ടുപോകണം എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. പെട്ടെന്ന് ഒരു കോട്ട ഇടിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും.